ഹലോ ഗൈസ്, എൻ്റെ പേര് നന്ദു എന്നാണ്. ഞാൻ ഇതിന് മുമ്പ് 1-2 വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു താല്പര്യം തോന്നി യൂട്യൂബ് പിന്നെയും അങ്ങനെ ഒന്ന് ഓണാക്കണം. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ ഒരു ദിവസത്തെ പുറത്തേക്കുള്ളൊരു ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. ഓൾറെഡി ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ വന്നിട്ട് 2 വർഷമൊക്കെ 3 വർഷം അടുത്തായി ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ജിമ്മിലേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കോലത്തിലിരിക്കണത് മഞ്ഞൊക്കെ ആയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം മഞ്ഞ് വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ചുമ്മാ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുക്കണതാണ്. വലിയ പെർഫെക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ, ടെസ്റ്റ് വീഡിയോ പോലെ. ഈ ഭാവിയിൽ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ ഇപ്പോൾ വിൻ്ററാണ് പറഞ്ഞ പോലെ. അപ്പം ഞാൻ ജിമ്മിലേക്കുള്ള വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇവിടെ അങ്ങനെ പൊതുവേ നോർത്തിൽ മഞ്ഞ് വീഴാറില്ല. ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് വീണേക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ കാണാനായിട്ട്. ഇപ്പം ഞാൻ പോകുന്നത് ബെനഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മിലേക്കാണ്. ഇവിടെ ഈ കോംപ്ലക്സിൽ തന്നെയാണ്. മഞ്ഞിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ. അതാണ് ഞാൻ പോകുന്ന ജിമ്മ്, ബെനഫിറ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നതെന്നുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൽ. ഇതാണ് ജിമ്മിൻ്റെ എൻട്രൻസ്. ഇതാണ് ഫ്രണ്ടിലെത്തി ഞാനിപ്പോൾ. അകത്തേക്ക് കയറുവാണ്. ആരുടെയും ഫേസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ, അലൗഡല്ല, വലിയ ഇഷ്യൂ. അതുകൊണ്ട് ഞാനിങ്ങനെ താഴത്തേക്ക് മാത്രം എടുക്കുന്നുള്ളൂ. ജിമ്മിൽ പയ്യെ എക്സസൈസൊക്കെ തുടങ്ങി. ഇന്ന് ബാക്ക് ഡേ ആണ്. അങ്ങനെ ഓരോ സെറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിമ്മ് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്ന് നെറ്റോല് കയറാമെന്ന് വിചാരിച്ച് സാധനങ്ങൾ മേടിക്കാൻ. എനിക്ക് ഹൗസ് വാഗൻ എടുക്കുകയാണ്. പിന്നെ പുറകിലോട്ട് വലിച്ചങ്ങൾ വന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച്, സാധനങ്ങൾ മേടിക്കണമെന്നൊന്നും ഞാൻ എടുക്കുന്നില്ല. അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം 1-2 സാധനങ്ങൾ ഉണ്ടായുള്ളൂ. ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ചുമ്മാ ഈ മരം കണ്ടതാണ്. നല്ല രസമുണ്ട്. ഇലകളൊന്നും ഇല്ല, എന്നാലും രസമുണ്ട്. മഞ്ഞത്ത് ഡെലിവറി ബോയ്സ് കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ പണിയെടുക്കുന്നത്. ഈ സമയത്ത് പണിയും കുറവായിരിക്കും. ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബസ് നോക്കിയിരിക്കുന്നു. എൻ്റെ വണ്ടി മാത്രം വന്നിട്ടില്ല, വേറെ ഒരുപാട് വണ്ടി പോയി. ഒരു ബസ് എൻ്റെ ബസ് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു പട്ടാളക്കാരുടെ ഒരു വണ്ടി പോലത്തെ ഒരു വണ്ടി കണ്ടു. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെ മഞ്ഞ് കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ കൊള്ളാം. ഇത് റോഡൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു വണ്ടിയാണ് അവിടുത്തെ മഞ്ഞ് സമയത്ത്. സ്റ്റിൽ വെയിറ്റിംഗ്. എൻ്റെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിലേക്കുള്ള വണ്ടി മാത്രമേ എപ്പോഴും ഇങ്ങനെ, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഇത് ഇങ്ങനെ നല്ല രസമാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കാൻ. ബസ് ഇതുവരെ വന്നില്ല, എന്താണെന്നറിയില്ല. മഞ്ഞ് കാരണം ഇരിക്കും, സ്ലോ ആണ് ട്രാഫിക്കൊക്കെ മൊത്തത്തിൽ. അങ്ങനെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൽ. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നോക്കിയപ്പോഴാണ് ഒരു പെങ്കൊച്ചി ഒരു പട്ടിയായിട്ട് പോകുന്നത്. പട്ടീനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു ഭീകരമായൊരു പട്ടി കണ്ടില്ലേ.
സ്റ്റിൽ നോട്ട് കമ്മിങ് വണ്ടി. 10 മിനിറ്റായി വണ്ടി വരാണ്ട്. ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗാണ്, ഇപ്പോഴും വന്നിട്ടില്ല. ക്യാൻസലായെന്ന് തോന്നുന്നു വണ്ടി. പെട്ടെന്ന് ഫയർ ഫോഴ്സൊക്കെ പോകുന്നുണ്ട്. പുറകെ 3 വണ്ടി പോയിപ്പോൾ. ഒരു ആംബുലൻസും പോകുന്നുണ്ട്. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ബസ്സിൽ കയറി. ഇത് ബസ്സിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങിയപ്പോൾ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇറങ്ങുന്നു, ഡോറടയുന്നു. അങ്ങനെ ഞാനും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കുള്ള വഴി ഇപ്പോഴും മഞ്ഞൊന്നും ഒരുക്കി തീർന്നിട്ടില്ല. ഒരു വണ്ടി അതിൻ്റെ മുകളിലൊത്ത മഞ്ഞാണ്, ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ടൊയോട്ട കൊറോളയാണ് കിടക്കുന്നത്, കണ്ടില്ലേ? എൻ്റെ ഉടമസ്ഥന് വണ്ടി വേണ്ടെന്ന് തോന്നുന്നു, പുള്ളി ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഇടുന്നു ഇയാൾക്ക്. ഇതൊരു വീട് മഞ്ഞിൽ കുളിച്ച് കിടക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. മൊത്തം ചെളിയായി, ഇപ്പോൾ മഞ്ഞക്കുരുക്കി. ഇത് ഇവിടെ ഗ്ലാറ്റ് ഐസ് എന്ന് പറയും. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ആദ്യം വീണ മഞ്ഞ് പിന്നീട് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിങ്ങനെ ഉരുകി, അതായത് കട്ടയിട്ട് കിടക്കും. വണ്ടി പോയാലും നമ്മൾ നടന്നു പോയാലും ഭയങ്കരമായിട്ട് തെന്നും. അപ്പം അങ്ങേ അറ്റത്ത് അവരതിന് അവിടെ ഒരു റെയിൽവേ ക്രോസ്, അപ്പോൾ അവിടെ തെന്നാതിരിക്കാൻ അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, മണ്ണൊക്കെ വാരിയിടുന്നുണ്ട്. ഞാൻ ഈ ഫുട്പാത്തിൽ കൂടി നടന്ന് പയ്യെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റെയിൽവേ ക്രോസ് എത്താറായി. ഇവിടെ കാര്യമായി 2 പേരെന്തോ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ക്ലീനാക്കാണ്. ഐസ് മണ്ണൊക്കെ എറിയുന്നുണ്ട് കുറച്ച് ഗ്രൂപ്പ്. ഞാൻ പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുന്നു ഗ്ലാറ്റ് ഐസിലൂടെ. പിന്നെയും ഒരുപാട് ഗ്ലാറ്റ് ഐസ് എവിടെയും എല്ലായിടത്തും ഗ്ലാറ്റ് ഐസ്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ സ്ട്രാസ് എത്തി. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 3ാമത്തെ വീടാണ് എൻ്റെ വീട്. അവിടെ എന്തോ കാര്യമായിട്ട് അവിടെയും ആൾക്കാർ എന്തൊക്കെയോ നടത്തുന്നുണ്ട്. ഇത് കാണാനും നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ. ഇതൊന്ന് അകത്തെടുത്ത് വെക്കണം, വേസ്റ്റിൻ്റെ അതിനിതെടുത്ത് അകത്തേക്ക് പോവാം. തണുപ്പാണ്, കൈയൊക്കെ മരവിച്ച്, -2 അങ്ങനെ അതെടുത്തിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നെയ്ബറാണ് ഇതെടുത്ത് വെച്ചത്. അപ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കേണ്ട കടമ എൻ്റെയാണ്, അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അതും കൊണ്ട് അവിടെ വെച്ച് ഗാരേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.